ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു സെറ്റുമായിട്ടാണ്. അതായത് ഒരു DSP ആംപ്ലിഫയർ പ്ലസ് അതിന് പറ്റുന്ന ഒരു 5 സ്പീക്കറും ഒരു സബ്വൂഫറുമായിട്ടാണ്. അതായത് ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്യൂടെക്കിന്റെ ഒക്കെ കിറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു DSP ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ റിവ്യൂ അതുപോലെ തന്നെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞ പോലെ ഇതാണ് നമ്മളെ പറഞ്ഞ 5.1 ഫുൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് 5 ബോക്സും അതിന് പറ്റുന്ന ഒരു സബ്വൂഫർ പ്ലസ് ഒരു DSP ആംപ്ലിഫയർ എല്ലാം നല്ല ഹെവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്യൂടെക്കിന്റെ വേർഷൻ 2 എന്ന് പറയുന്ന കിറ്റ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് എല്ലാവരും ചോദിക്കാറുണ്ട് വേർഷൻ 3 വന്നു എന്ന്. വേർഷൻ 3 ഇതായിട്ട് എത്തിയിട്ടില്ല. അതായത് നമുക്ക് ഫ്യൂടെക്കിന്റെ കിറ്റിന് ഭയങ്കര ഡിലേ ആണ്. പക്ഷേ ആ കിറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ക്വാളിറ്റി കാരണം നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റിനും നല്ല റേറ്റും പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി DSP ആംപ്ലിഫയർ. ആദ്യം നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന വൂഫേഴ്സും സ്പീക്കർ നമുക്ക് നോക്കാം. ഇതിലൊരു 1300 JBL ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഒരു 4 ട്രാൻസിസ്റ്റർ ബോർഡ് ആയതുകൊണ്ട് തന്നെ 1300 JBL ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ബോക്സ് ആയിട്ട് നമ്മൾ 5 ബോക്സ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓഡിയോക്സിന്റെ 4 ohmsന്റെ വൂഫർ സ്പീക്കറുകളാണ്. അത് നമ്മൾ 5ഉം സെയിം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്യൂട്ടറും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓഡിയോക്സിന്റെ 2 ട്യൂട്ടറുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ട്യൂട്ടർ ഉപയോഗിച്ചിരിക്കുന്നതും ഓഡിയോക്സിന്റെ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റിനും നമ്മൾ ഓഫറുകളും ബാക്കി സറൗണ്ടിന് നമ്മൾ ഫുൾ റേഞ്ച് സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇത്രയും റേറ്റില് നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഓഡിയോക്സിന്റെ സ്പീക്കറുകളിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ ട്യൂട്ടറിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് DSP ആംപ്ലിഫയറിലേക്ക് നോക്കാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. നമ്മളിതിൻ്റെ ക്യാബിൻ ഉപയോഗിച്ചിരിക്കുന്നത് 6 ഇഞ്ച് ഹൈറ്റുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ആംപ്ലിഫയറിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. കാരണം ഒരു AVR ലുക്ക് വേണ്ടിയാണ് നമ്മളങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ക്യാബിൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. 2 നോബ് മെയിനായിട്ടുണ്ട്. അതൊന്ന് സബിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് റിമോട്ടിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യാനും വേണ്ടി. ഇനി നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് ചെയ്യുന്ന പോലെ തന്നെ ടൊറോഡിൽ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ആംബിയർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ 2 ആണ് ഫ്യൂടെക്കിൻ്റെ കിറ്റ്. ഫ്യൂടെക്കിൻ്റെ കിറ്റ് ശരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ഇല്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ കുറച്ച് റേറ്റ് കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ മേടിച്ച് യൂസ് ചെയ്തൊരു ബോർഡാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് റേറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കാനുള്ള കാരണം. അടുത്തതിൻ്റെ 5 ചാനൽ അടുത്തതിൻ്റെ സബിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കുമാറിൻ്റെ 4 ട്രാൻസിസ്റ്റർ ബോർഡാണ്. നമ്മൾ കൂടുതലും സബിനായിട്ട് ഉപയോഗിക്കുന്നത് കുമാറിൻ്റെ 4 ട്രാൻസിസ്റ്റർ ബോർഡാണ്. അധികം ഹീറ്റാകുമോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 5 ചാനലിന് വേണ്ടി ശക്തിയുടെ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ചാനലിന് ഒരു 90 to 100 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പെർ ചാനൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സബ് ഫിൽറ്റർ ആണെങ്കിൽ ഡിടെക്കിൻ്റെ സബ് ഫിൽറ്ററും അതുപോലെ തന്നെ നമ്മുടെ മാക്സ്വിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. മാക്സ്വിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ AC/DC നമ്മൾ ഓൾറെഡി നല്ല പ്രൊട്ടക്ഷൻ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി 4 കപ്പാസിറ്റി വെച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാൻ കൺട്രോൾ നമ്മളിതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ ആകുമ്പോഴും നല്ലൊരു 40 ഡിഗ്രി ചൂടായാൽ മാത്രമേ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നോർമൽ സൗണ്ടിലൊക്കെ നമ്മൾ വെച്ച് പാട്ട് കേൾക്കുന്ന സമയത്തുള്ള ഒരു ഡിസ്റ്റർബ് കാര്യങ്ങളൊന്നുമില്ല. അത് നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഫാൻ കൺട്രോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അധികം ഹീറ്റാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഹീറ്റാകുമ്പോൾ മാത്രം ഫാൻ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന രീതിയിലാണിത് വരുന്നത്. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ ഉൾവശം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെവി ക്യാബിനറ്റിലാണ് ചെയ്തിരിക്കുന്നത് തന്നെ. നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു 6 ഇഞ്ച് ക്യാബിനറ്റാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതിന് ഇൻപുട്ട് വരുന്നത് ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ്. 2 ഒപ്റ്റിക്കൽ ഇൻപുട്ടും ഒരു കൊയാക്സ് ഇൻപുട്ടും അതുപോലെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ടുമാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ USB ഇൻപുട്ട്, ബ്ലൂടൂത്ത്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഇൻപുട്ട് കൊടുക്കുന്നത്. HDMI ബോർഡ് നമ്മൾ കൊടുക്കുന്ന രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് HDMI കൊടുക്കാം എന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മളത് ഇതര ഹൈറ്റ് ആയിട്ടുള്ള ക്യാബിനൊക്കെ എടുത്ത് നല്ല രീതിയിൽ നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്.
പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ അക്രിലിക്കിലാണ് ബാക്ക് സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം ബനാന ജാക്ക് ആണ് നമ്മളതിന് കൊടുത്തിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഇതിനൊരു സബ് പ്രീ ഔട്ടും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കാരണം ഒരു AVRലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മളെന്നും പറഞ്ഞ പോലെ 2 ഒപ്റ്റിക്കൽ ഇൻപുട്ടും 2 കൊയാക്സും ഓക്സും, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ബോക്സിൻ്റെ കാര്യം പറഞ്ഞു, ഇതുപോലെ നമ്മൾ സ്പീക്കർ ജാക്ക് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റിലും ഇതിന്റെ റേഡിയോ ബാക്കിയുള്ള ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.